ഹായ്, നിക്കിത റബിലാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം കുളിക്കുന്നതിന് മുന്നേ ഞാനിപ്പം ചിക്കൻ ബോക്സ് ആയിരുന്നല്ലോ ഇത്രയും ദിവസം. ഇതിന്റെ മാർക്സ് ഒക്കെ ഉണ്ടല്ലോ, പാടുകൾ, കലകളൊക്കെ ഉണ്ടല്ലോ. അപ്പം അത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്, ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എന്താണ് ഞാൻ ഈ കലകളൊക്കെ പോവാൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിതാത്ത ചിക്കൻ ബോക്സ് ഒക്കെ വന്നിട്ട് കണ്ടോ, കലകളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇത് മാറാൻ വേണ്ടിയിട്ട് മുഖത്തൊരു പാക്ക് ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. സാധാരണ എല്ലാരും പറയുന്നത് തേങ്ങാപ്പാലില് പച്ചമഞ്ഞൾ അരച്ചിട്ട് തേക്കാനാണ്. അപ്പൊ ഞാനിപ്പൊ ചെയ്യുന്നത് തേങ്ങാപ്പാലില് രക്തചന്ദനം മിക്സ് ചെയ്തിട്ട് തേക്കാനാണ് വിചാരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇന്നലെ അച്ഛൻ കടയിൽ പോയി വാങ്ങാൻ പോയപ്പോ അതിന്റെ പൗഡറാണ് കിട്ടിയിട്ടുള്ളത്. രക്തചന്ദനത്തിന്റെ പൗഡറാണ് കിട്ടിയത്. അപ്പൊ പൗഡർ തേങ്ങാപ്പാലില് മിക്സ് ചെയ്തിട്ടാണ് തേക്കാൻ പോകുന്നത്. അപ്പൊ അത് ഇതുവരെ നമ്മള് വാങ്ങിയിട്ടുമില്ല, ഉപയോഗിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യില് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇനി അലർജിയോ മറ്റോ ഉണ്ടാകുമോ എന്നുള്ളത് അറിയാത്തതുകൊണ്ട് ആദ്യം കയ്യിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് ഇതിന് പ്രശ്നമൊന്നുമില്ല എന്ന് കണ്ടാൽ പിന്നെ ഫേസിലേക്ക് തേക്കാലോ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റിങ്ങിലാണ്. മുഖമൊക്കെ ഒരു വൃത്തികേട് പോലെ അല്ലേ, ഒരു ഇതൊരു പോലെ ഉണ്ട്. അപ്പൊ ഈ ഒരു ഗ്യാപ്പില് ഞാനൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇന്നലെ ഈവനിങ്ങിൽ മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചിട്ട് ആ സമയത്തൊന്ന് ലൈവില് വന്ന് ലൈവ് സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ തന്നെ പെട്ടെന്നൊരു ലൈവ് ചാറ്റിങ് വരുമല്ലോ അതില്. അപ്പൊ അതിലൊരാള് വന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പെട്ടെന്ന് നോട്ടീസ് ചെയ്തപ്പോ ആദ്യം അയാൾ നല്ല രീതിയിൽ സംസാരിക്കില്ല, ഇങ്ങനെ ഹായ് എന്നൊക്കെ പറഞ്ഞ് യു ആർ ലുക്കിംഗ് ഗുഡ് എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഈ കോലത്തില് ഇങ്ങനെ പറഞ്ഞപ്പോ തന്നെ എനിക്ക് എന്തോ ഒരു പോലെ തോന്നി. പിന്നെ യുവർ പിമ്പിൾസ് ആർ വെരി നൈസ്, വെരി ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് പിമ്പിളൊന്നുമല്ല, ഇത് ചിക്കൻ ബോക്സ് വന്നാണ്, അതിന്റെ മാർക്സ് ആണ് ഇതൊക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഇവര് ഇങ്ങനെ എന്തൊക്കെയോ ഇതുപോലെ മെസ്സേജസ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വേറൊരാള് വന്നിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ മെസ്സേജ് അയക്കുന്നത് അൺകംഫർട്ടബിൾ ആണ്, ഡോണ്ട് ഡു ദിസ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇയാള് കേൾക്കുന്നില്ല, ഇയാൾ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയല്ല. അപ്പൊ എനിക്കും തോന്നി ഇത് അത്ര ഒരു ഫെയർ ആയിട്ട് ഉള്ള കാര്യമല്ല. അപ്പൊ ഞാൻ വേഗം ഉടനെ ഞാൻ ബായ് പറഞ്ഞ് പോവാണ് ഉണ്ടായത്. ഞാന് കുളിക്കുന്നതിന്റെ മുന്നെയാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ച് ഇപ്പൊ കയ്യിലുള്ള ഏകദേശം ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചൊന്നും ഇച്ചിങ്ങോ വേറെ പ്രശ്നങ്ങളൊന്നും അലർജിക്കായിട്ടൊന്നും തോന്നുന്നില്ല. അപ്പം ഇനി അത് മുഖത്ത് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് ബാക്കി ഏരിയയിലൊക്കെ അപ്ലൈ ചെയ്യണം. അതിനുശേഷം അതൊക്കെ ഒന്ന് ഉണങ്ങി സെറ്റായിട്ട് വേണം കുളിക്കാൻ. അപ്പോൾ ഇതാണ് തേങ്ങാപ്പാലിൽ രക്തചന്ദനത്തിൻ്റെ പൗഡർ മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഞാനിത് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ചുണ്ടിൽ തേക്കുന്നില്ല, ചുണ്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ചെവിയിലൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ചെവിയിലൊക്കെ തേക്കുന്നുണ്ട് കേട്ടോ. കണ്ണിൻ്റെ ഈ ഏരിയയിൽ തേക്കുന്നില്ല. പുരികത്തിൻ്റെ മേലെ തേക്കുന്നുണ്ട്. പുരികത്തിൻ്റെ മേലെയൊക്കെ നിറയുന്നുണ്ടായിട്ടുണ്ട്. ഇതുപോലെയാണ് പൗഡർ വരുന്നത്. ഇതാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. തേങ്ങാപ്പാല് ഒഴിച്ചിട്ട് തീരെ വെള്ളം ചേർത്തിട്ടില്ല.
കൊണ്ട് അതായത് ഈ രക്തചന്ദ്രത്തിന്റെ പൗഡർ ആണല്ലോ കിട്ടിയത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തത്. ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിന്റെ ഒരു പീസ് ആണെങ്കിൽ അതിങ്ങനെ അരച്ചരച്ചെടുത്ത് പാല് മിക്സ് ചെയ്തിട്ട് തേക്കായിരുന്നു. അതിന് പ്രത്യേകിച്ച് നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവാറില്ല. ഇത് പൗഡർ ആയതുകൊണ്ട് മാത്രം ഒരു പേടി, ആദ്യമായിട്ടാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഞാൻ ഫേസിലും നെക്കിലും ഓൾ ഓവർ ബോഡി ഞാനത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 15 മിനിറ്റ്സോളം കഴിഞ്ഞതിന് ശേഷമാണ്, ഒരു 10 to 15 മിനിറ്റ്സോളം ഞാൻ വെയിറ്റ് ചെയ്ത് അതിനുശേഷം നോർമലി ഈ ആര്യവേപ്പിന്റെ ഇല ഇട്ട് തിളപ്പിച്ച് പ്രീവിയസ് ഡേ തിളപ്പിച്ച് വെക്കുക ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് ഡേ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് നേരിയൊരു വാം വാട്ടർ ആക്കിയിട്ട് എടുത്തിട്ടാണ് അതിലാണ് ഞാൻ കുളിച്ചത്. ഇപ്പം തേങ്ങാപ്പാല് ഈ ഒരു ചന്ദനത്തിന്റെ പൗഡറും കൂടി ആയതുകൊണ്ട് അത് ഉണങ്ങിയതിന് ശേഷം ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ സ്ക്രബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. കുറെയൊക്കെ ഇങ്ങനെ ഡെഡ് സ്കിൻ പോലെയുള്ളതൊക്കെ പോവാൻ സഹായിക്കല്ലോ. പിന്നെ കുളിച്ചതിന് ശേഷം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം തേങ്ങാപ്പാലിന്റെ ആ ഒരു മോയ്സ്ചറൈസിങ് ഉണ്ടായതുകൊണ്ട് നല്ലൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇനി ഡെയിലി ഇങ്ങനെ ചെയ്യണം. കൂടുതൽ എന്തെങ്കിലും റെമഡീസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം ഇത് കുറച്ച് അധികം ഉണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെയാ മാറാൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും റെമഡീസ് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണം. പിന്നെ ആഫ്റ്റർ ഷവർ കുളിച്ചതിന് ശേഷം ഇപ്പോൾ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഷെയർ ചെയ്യണം എല്ലാവരും. 14 days ആയി ഇന്നത്തേക്ക്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ മാർക്സും കലകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് ഒരു 1 month-ഓളം അപ്ലൈ ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. ഇപ്പം എത്രത്തോളം എഫക്റ്റ് ആവും എന്നുള്ളത് അറിയില്ല. അതുപോലെ ഇൻടേക്ക് ഭക്ഷണ രീതികളിലൂടെ ഇതുപോലെ മാർക്സ് പോവാനുള്ള എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ഷെയർ ചെയ്യുക. പപ്പായ കഴിക്കുന്നത് നല്ലതാണ്, ബദാം കഴിക്കുന്നത് നല്ലതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അതും പിന്നെ ചീര കഴിക്കുന്നത് നല്ലതാണ്. 3 കാര്യങ്ങൾ കഴിച്ചാൽ കുറെയൊക്കെ ഇതുപോലെ മാർക്സ് ഒക്കെ പോകുന്നുള്ളത് കേട്ടിട്ടുണ്ട്. അപ്പം അതിൽ കൂടുതൽ വേറെ എന്തെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അതും കൂടി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അതുപോലെ ഞാൻ ഇടയ്ക്കല്ല, ഇതിന് മുന്നേ ലൈവിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനൊരു അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ഇന്നലത്തെ ഒരു ലൈവിലാണ്. അത് കുറേ കാലത്തിന് ശേഷം വന്നൊരു ലൈവാണ്. അപ്പം അതുപോലെ ഇനി ഉണ്ടാവാതിരിക്കട്ടെ എങ്കിൽ ഇപ്പൊ ലൈവിലൊക്കെ വരാനുള്ളൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ പറ്റുള്ളൂ. കാരണം ഇതുപോലെ ഒരു ബാഡ് കമന്റ്സോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള കമന്റ്സ് ഒക്കെ വരുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാന് പെട്ടെന്ന് എസ്കേപ്പ് ആവുകയാണ് ചെയ്തത്. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം നിക്തറബിൾ. അപ്പം എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ബൈ.